ഈ ലോറിയുടെ നിലവിലെ അവസ്ഥ വിലയിരുത്തൽ അതിപ്രധാനമാണ്. മാത്രമല്ല ഇത് കേബിളുകളോ സ്ലിങ്ങുകളോ ഉപയോഗിച്ച് സുരക്ഷിതമായി ഉയർത്താൻ തടസ്സങ്ങളുണ്ടോ എന്ന പരിശോധന അനിവാര്യമാണ്. ആ പരിശോധനയ്ക്ക് നേവിയുടെ ഈ ഡൈവർ സംഘം താഴെ ഇറങ്ങി പരിശോധിച്ചേ മതിയാകൂ. അത് മാത്രമല്ല ഈ ക്രെയിനുകളോ വിഞ്ചുകളോ ഒക്കെ ഉപയോഗിച്ചാകും നദിയിൽ നിന്ന് ഈ ലോറി ഉയർത്തുക, ഈ മേഖലയിൽ നിന്ന് ഈ ലോറി ഉയർത്തുക എന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ ഈ ക്രെയിനുകളും വിഞ്ചുകളും അടക്കമുള്ള ആവശ്യമുള്ള യന്ത്ര സാമഗ്രി യന്ത്ര സംവിധാനങ്ങൾ ഇതിനോടകം തന്നെ സ്വരുക്കൂട്ടിയിട്ടുണ്ട് എന്നിങ്ങനെ അറിയാൻ കഴിയുന്നുണ്ട്. പക്ഷെ അതിന് സ്ഥിരീകരിക്കുന്ന വിവരമില്ല. ഇനിയിപ്പോൾ നമ്മുടെ ഈ കാർവാർ MLA-യുടെ ഒരു ഇച്ഛാശക്തിയും ഒരു വിൽപ്പവറും വെച്ച് അദ്ദേഹത്തിന് വളരെ പെട്ടെന്ന് തന്നെ സംഘടിപ്പിക്കാവുന്ന ഉപകരണങ്ങളേ ഉള്ളൂ. ഇങ്ങോട്ടേക്ക് എത്തിച്ചേരേണ്ട കാലതാമസം മാത്രമേ ഉള്ളൂ. ഞാൻ മനസ്സിലാക്കുന്ന വിജയകുമാർ, ഇന്നലെ ഈ സിഗ്നലുകൾ ഏറ്റവും പ്രധാനപ്പെട്ട സിഗ്നലുകളാണെന്ന് അറിയുമ്പോൾ ഇത് ഒരു ലോറിയാണ്, ഇതൊരു ട്രക്കിന്റെ സൂചനകൾ കിട്ടുമ്പോൾ തന്നെ ഇതിനോടകം തന്നെ അത് പൊക്കിയെടുക്കാൻ ആവശ്യമായ ഉപകരണങ്ങൾ ഇതിനോടകം തന്നെ സ്വരുക്കൂട്ടി വെച്ചിട്ടുണ്ട് ഉത്തര കന്നഡ ഭരണകൂടം എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ